ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് 2-3 മിനിറ്റിൽ നല്ലൊരു ടേസ്റ്റി തക്കാളി റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. വളരെ എളുപ്പമാണ്, വളരെ കുറഞ്ഞ ചേരുവകൾ മതി. ചോറിന്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പൊ ബിസിയുള്ള ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് സെക്ഷനിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പൊ വേഗം തന്നെ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. കീപ്പ് ഓൺ വാച്ചിങ് ഗൈസ്. തക്കാളി റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ചൂടായ പാനിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയാണ്. ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും വറ്റൽമുളക്, പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇത്തിരി വെളുത്തുള്ളി കുഞ്ഞുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തീ ഒന്ന് കൂട്ടി വെച്ചോളൂ. ഈ വെളുത്തുള്ളിയുടെ ആ ഫ്ലേവർ നന്നായിട്ടൊന്ന് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസ് സവാള ഇതുപോലെ ഈ ഒരു തിക്നെസ്സിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് തീ ഒന്ന് കൂട്ടി വെച്ച ശേഷം വഴറ്റിയെടുക്കാം. സവാള ഒരുപാട് ഇങ്ങനെ വഴന്നു വരണ്ട, ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറന്റ് ആയിട്ട് വന്നാൽ മതി. എന്നിട്ട് ഇത് ഇളക്കി എടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 തക്കാളി ഇതുപോലെ നീളത്തിൽ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും കുഞ്ഞു കുഞ്ഞായിട്ടോ എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. തീ ഒന്ന് കൂട്ടി വെച്ചൊന്ന് വഴറ്റിയ ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ, ഒരുപാട് പൊടികളില്ല, 2 പൊടികളേ ഉള്ളൂ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും, കാശ്മീരി ചില്ലി പൊടിയോ അല്ലെങ്കിൽ സാധാരണ നല്ല എരിവുള്ള പൊടിയോ ഏത് വേണമെങ്കിലും ചേർക്കാം. അല്ലാതെ വേറെ ഒരുപാട് പൊടികളൊന്നും ചേർക്കരുത് കേട്ടോ. മീറ്റ് മസാല അതൊന്നും ചേർക്കരുത്. ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം മതി. നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഒരു 5 മിനിറ്റിന് ശേഷം മൂടി ഒന്ന് മാറ്റിയിട്ടുണ്ട്. വെള്ളമൊക്കെ ഇറങ്ങി വന്ന് തക്കാളിയൊക്കെ നന്നായിട്ട് വേവായിട്ട് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കിയെടുത്താൽ മാത്രം മതി. ഇനി ഉടച്ചൊന്നും കൊടുക്കണ്ട. നല്ല ടേസ്റ്റി ആയിട്ടൊരു തക്കാളി റോസ്റ്റ് ആണ്. ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അല്ലെങ്കിൽ അപ്പം, ദോശ എല്ലാത്തിന്റെ കൂടെയും നല്ല ടേസ്റ്റ് ആണ്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു മധുരം. ആ മധുരം ഒന്നും എടുത്തറിയില്ല, നല്ല ടേസ്റ്റ് ആണ്. പെട്ടെന്ന് ഒരു 2-3 മിനിറ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി റോസ്റ്റ് ആണ്. അപ്പൊ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവരെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പീസ് ആണ് അപ്ലോഡ് ചെയ്തേക്കുന്നത്. സീ സൂൺ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ. അണ്ടിൽ ദെൻ ബൈ.